ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF പിണറായി വിജയനും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളയ്ക്കെതിരെ ഒരു ദിവസമെങ്കിലും ശ്രീ VD സതീശൻ ശ്രീ രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷ നേതാക്കളായിരുന്നപ്പോൾ സമരം ചെയ്ത് ഒരു ദിവസമെങ്കിലും ജയിലിൽ പോയിട്ടുള്ള ചരിത്രമുണ്ട്. BJP കിട്ടേണ്ട വോട്ട് ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പിലും കൂടിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലെ BJPയുടെ വോട്ട് ചെയ്ത് എന്തായിരുന്നു? LDFും UDFും കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുന്നണി രാഷ്ട്രീയത്തിനനുസരിച്ച് BJPയുടെ മുന്നണി രാഷ്ട്രീയം അതനുസരിച്ച് താരതമ്യം ചെയ്യരുത്. ഹലോ, വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലൂടെ യാത്ര തുടരുകയാണ്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രം UDFന്റെ കയ്യിലുള്ളൂ. ഇക്കുറി BJP ചുരുങ്ങിയത് 3 മണ്ഡലങ്ങൾ പൂർണ്ണമായും ലക്ഷ്യം വെക്കുന്നുണ്ട്. 5 മണ്ഡലങ്ങളിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. എന്തും സംഭവിക്കാം തിരുവനന്തപുരത്ത്. കഴിഞ്ഞ തവണ 13 മണ്ഡലങ്ങൾ LDFനോടൊപ്പം നിന്നതാണ്. ഇക്കുറി അവയിൽ എത്ര UDFിലേക്ക് മറിയും, എത്ര NDA പിടിച്ചെടുക്കും? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു 2020 മാച്ച് ഫീലാണ് പല മണ്ഡലങ്ങളിലും. നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരം നഗരസഭാ പിതാവ് മേയർ VV രാജേഷ്. വെൽക്കം VV രാജേഷ് ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. കോർപ്പറേഷൻ എങ്ങനെയുണ്ട്? മേയർ ഭരണം? മേയർ ഭരണമല്ല, 101 പേരും ഒരുമിച്ച് ചേർന്നുള്ള ഭരണം വളരെ നന്നായിട്ട് പോകുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തന്നെ ഒത്തുയരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കോർപ്പറേഷനിൽ പിടിച്ചെടുത്ത ആത്മവിശ്വാസം ഇക്കുറി നിയമസഭയിൽ ഉണ്ടാവുമോ? അതിനേക്കാൾ നല്ല ആത്മവിശ്വാസമുണ്ട്. എത്ര മണ്ഡലങ്ങൾ പ്രതീക്ഷിക്കുന്നു? അരുൺ, അതായത് ജയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാം. തിരുവനന്തപുരത്ത് ഞാൻ വേറൊരു ആംഗിളിലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇപ്പം വിലയിരുത്തുമല്ലോ. അതായത് തിരുവനന്തപുരത്തെ 14 നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു തവണ 30,000-നും 35,000-നും ഒക്കെ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് പാർലമെന്റ് ഇലക്ഷനിലായിരിക്കും, ചിലപ്പോൾ ലോക്കൽ ബോഡിയിലായിരിക്കും, ചിലപ്പോൾ അസംബ്ലിയിലായിരിക്കും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും V മുരളീധരൻജിയും പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ ആറ്റിങ്ങലത്തെ എല്ലാ മണ്ഡലങ്ങളിലും V മുരളീധരൻജി മത്സരിച്ചപ്പോൾ എല്ലായിടത്തും 35,000 മുകളിൽ വോട്ട് കിട്ടി. ഇത് കേന്ദ്ര ഭരണം വരുന്നതിന് മുമ്പ് തന്നെ രാജഗോപാലിന് മത്സരിച്ചപ്പോൾ അരുവിക്കലിന് 30,000-ന് പുറത്ത് വോട്ട് കിട്ടി. തിരുവനന്തപുരം പാർലമെന്റിൽ എല്ലാ മണ്ഡലത്തിലും 30,000, 40,000-ന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ മണ്ഡലങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്, സാധ്യതയുള്ള മണ്ഡലങ്ങൾ. അവിടെ കൃത്യമായ സ്ഥാനാർത്ഥിയെ നിർത്തുക, കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുക, വിജയിക്കാൻ. ഇപ്പൊ അപ്രതീക്ഷിതമായി വളരെ ഉയർന്നു വന്നൊരു മണ്ഡലമാണ് വർക്കല. ആ സ്ഥാനാർത്ഥി ഒന്നുകൂടി ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ നയങ്ങളോട് വിയോജിപ്പുള്ളവർ വോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരവസ്ഥയുണ്ട് അവിടെ. ഇപ്പോൾ അത് ഞങ്ങൾ ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ മണ്ഡലത്തിലും ഒരു തരത്തിൽ നിന്ന് വേറൊരു തരത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട ഈ മണ്ഡലങ്ങളല്ലേ തിരുവനന്തപുരം? ഈ 5 മണ്ഡലങ്ങൾ A ക്ലാസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളല്ലേ? തീർച്ചയായും ഇതൊക്കെ ഞങ്ങൾ പലപ്പോഴും ലീഡ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പൊ കാട്ടാക്കട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാട്ടാക്കട ലീഡ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പാർലമെന്റ് മണ്ഡലങ്ങൾ എല്ലാം പലപ്പോഴും ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും കോർപ്പറേഷന്റെ ഭരണമില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നുണ്ട്. അത് ഭരണം ലഭിച്ചതിന് ശേഷമുള്ള ജനങ്ങളിൽ നിന്നുള്ള വികാരം നമുക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിർണായക ശക്തിയാകുമെന്നാണ് തുടക്കം മുതൽ പറയുന്നത്. എത്ര സീറ്റ്, എങ്ങനെ നിർണായക ശക്തിയാകും? അല്ല, അക്കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാനുള്ള ഒരു വിലയിരുത്തൽ പാർട്ടി ഇതുവരെ നടത്തിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നില്ല അവസാന ഘട്ടങ്ങളിൽ ബൂത്തുകളിൽ നിന്നൊക്കെ വരുന്ന റിസൾട്ട് വെച്ച് നടക്കുള്ളൂ. ഇപ്പൊ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്കൊരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. ഞാൻ ഒരു സാങ്കല്പിക ചോദ്യമാണ്. 69-69-2 എന്നതാണ് നിലയെങ്കിൽ ആരെ പിന്തുണയ്ക്കും? ദേശീയ നേതൃത്വത്തിന് ഇങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ അതിജീവിച്ച നേതൃത്വമാണ് ദേശീയ നേതൃത്വം. വളരെ നല്ല, ഏറ്റവും നന്നായിട്ടുള്ള തീരുമാനം, കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ദിശാബോധം മാറ്റിക്കുറിക്കുന്ന തീരുമാനം ഉണ്ടാവും. ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. BJP CPM ഡീലുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അവരതിന് ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും നിങ്ങൾ 2020 സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഉദാഹരണമുണ്ട്, അവർ പറയുന്നതിൽ കഴമ്പുണ്ട്. ഉദാഹരണം, തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ 30,000 വോട്ടിനടുത്ത് വരെ എത്തിയിരുന്നു തുറവൂർ വിശ്വംഭരൻ. 23,000-24,000 വോട്ട് വരെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ രാധാകൃഷ്ണൻ. ഇപ്പോ അവിടെ നിർത്തിയിരിക്കുന്ന 2020 സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ 7-8 മണ്ഡലങ്ങളിൽ BJPക്ക് നല്ല വോട്ട് പെർസെൻസ് ഉള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് CPMന് വേണ്ടിയാണ്. അതായത് LDFും UDFും കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുന്നണി രാഷ്ട്രീയത്തിനനുസരിച്ച് BJPയുടെ മുന്നണി രാഷ്ട്രീയം അതനുസരിച്ച് താരതമ്യം ചെയ്യരുത്. ഇപ്പൊ അങ്ങേക്ക് അറിയാമല്ലോ, ബീഹാറിൽ ശ്രീ നിതീഷ് കുമാറിന്റെ പാർട്ടിയേക്കാൾ കൂടുതൽ MLA-മാർ BJPക്ക് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയായ ശ്രീ നിതീഷ് കുമാർ ആയിരുന്നു. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ആദ്യം ഘട്ടത്തിൽ BJPക്ക് ഭരണം കിട്ടുമ്പോൾ ആശയപരമായി BJPയുമായി യോജിക്കുവാൻ സാധിക്കുന്ന സംഘടനയുമായിട്ടല്ല ചേർന്നത്, ഭരണത്തിൽ ഞങ്ങൾ പങ്കാളിയാവുന്ന സമയത്ത്. അപ്പോൾ ദേശീയ തലത്തിൽ BJP നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യമുണ്ട്.
ആ മുന്നണി രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്ക് നല്ല ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കും. അവിടെ ഞങ്ങളുടെ മെഷീനറി വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കണ്ടേ? ഞാൻ കേരളത്തിൽ 19% വരെ എത്തിയതാണ്. 20% വേണമെങ്കിൽ എത്താം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ. നിങ്ങൾ അവിടെ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും 13% BJP പോയി. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മാത്രം ഇതിനെ മാറ്റിവെക്കുന്നത് നിരവധി തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കി എല്ലാ മുന്നണികളും പല ഘട്ടങ്ങളിലും ചില കുറച്ച് വോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ എന്തിന് നിങ്ങൾ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഞങ്ങൾ ഘടകകക്ഷിക്ക് കൊടുത്താൽ വിജയസാധ്യത ഇല്ല എന്നെന്തിനാ വിലയിരുത്തുന്നത്? ഞങ്ങളുടെ ശക്തമായ മെഷീനറിയും ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ആ ഘടകകക്ഷിക്ക് സ്വാധീനം, ആ സ്ഥാനാർത്ഥി സ്വാധീനം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു പരീക്ഷണങ്ങൾ നടത്തുന്ന രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അങ്ങനെ വിജയിച്ച ചരിത്രമുണ്ട്. പക്ഷെ അപ്പോൾ പോലും BJPയിലെ പ്രാദേശിക നേതൃത്വത്തിനോട് വിയോജിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രാദേശിക നേതൃത്വങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകും. അത് BJPയിൽ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ പാർട്ടിയും നടത്തിയ എല്ലാ സ്ഥാനാർത്ഥികളോടും എല്ലാ പ്രാദേശിക നേതൃത്വവും ഈ പാലും പഞ്ചസാരയും അലിഞ്ഞു ചേരുന്ന പോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ അതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ പ്രസക്തമാണ്. പാർട്ടി മുന്നണി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെ മുന്നണിയുടെ പാർട്ടിയുടെ തീരുമാനം. ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥി നിർണ്ണയം പാളിപ്പോയതായി വി രാജേഷ്. ഒരിടത്തും യാതൊരു ബുദ്ധിമുട്ടും. രാജശേഖരൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച മണ്ഡലമാണ്. പക്ഷെ അവിടെ മത്സരിക്കുന്നത് ശ്രീലേഖയാണ്. അതെ, ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിമാരിലൊരാളാണ്. ശ്രീലേഖ ലവ് ജിഹാദിന്റെ ക്യാമ്പയിൻ നടത്തുകയാണ്. അങ്ങ് വി രാജേഷ് എന്ന് പറയുന്ന കോർപ്പറേഷന്റെ മേയർക്ക് ഈ ലവ് ജിഹാദ് കേരളത്തിലുണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് എന്റെ മുമ്പിൽ വന്ന 100 ഉദാഹരണങ്ങൾ ഞാൻ പറയാനുണ്ട്. എന്നോട് നേരിട്ട് ഇത് അനുഭവിച്ച ഇതിന്റെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 10 മിനിറ്റ് യാത്രയാവുന്ന ദൂരത്തിൽ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽപ്പെട്ടവർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. ഞാൻ പറയാം, 48 പേര് ഒരുമിച്ച് താമസിക്കുന്നത് 5 വർഷം മുമ്പ് ഞാൻ കണ്ടു. നേരിട്ട് പോയി ചെന്ന് കണ്ട് സംസാരിച്ചവരാണ്. ഇതുപോലെ കേരളത്തിന്റെ ഒന്നിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള വിക്ടിംസ് ഉണ്ട്. പിന്നെ പോലീസിന്റെ കേസുകളൊക്കെ തന്നെ ഓരോന്നും കേസിന്റെ ഞാൻ പറയട്ടെ, 48 പേർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്നത് 5-6 വർഷം മുമ്പ് ഞാൻ നേരിട്ട് 48 പേര് വിക്ടിംസ് ആണ്. ഞാൻ പല ചാനൽ ചർച്ചകളിലും അവരുടെ അക്കാര്യങ്ങളും ഇവിടെ താമസിക്കുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാനത് ഇപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വ്യക്തമായിട്ട് സംസാരിക്കാം. ഞാൻ മാധ്യമങ്ങളോട് എന്റെ പഴയ ചർച്ചകൾ നോക്കിയാൽ അറിയും. ഞാൻ മാധ്യമങ്ങളോട് ഏത് ചാനലാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല, ഒന്നിൽ കൂടുതൽ മാധ്യമങ്ങൾ ഞാൻ ചാനൽ ചർച്ചകളുടെ സ്ഥലം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്റെ സംശയം ഇതാണ്, ഇതിൽ ആരാണ് പരാതി, ആർക്കാണ് പരാതിയുള്ളത്? അങ്ങനെ ഒരു പരാതി ഒരു കാര്യം ചെയ്യൂ, അങ്ങക്ക് വ്യക്തിപരമായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അങ്ങ് അന്വേഷിച്ചു. അങ്ങനൊരു മേയർ എന്ന നിലയിൽ BJPക്ക് പരാതി കൊടുക്കണം സാർ. 5 ഹൈക്കോടതിയിലും കേരളത്തിലെ പല കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും കേസ് കിടക്കുകയും LDFും UDFും മാറി മാറി വന്നവർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ചരിത്രം കേരളത്തിലുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്താ? ഹൈക്കോടതി ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ മുൻപിൽ വന്ന എക്സ്പീരിയൻസ് എന്നോട് വിക്ടിംസ് ഷെയർ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. കോടതിയുടെ മുമ്പിൽ അതിൽ പോലീസ് എന്തൊക്കെ തെളിവ് കൊടുത്തു, ഏതൊക്കെ തെളിവുകൾ മാറ്റി കളഞ്ഞു, ഇതൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് പറയട്ടെ, എന്നോട് നേരിട്ട് വിക്ടിംസ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്തത്. പക്ഷെ അപ്പോഴും എന്റെ ചോദ്യം, അതിൽ ഒരാളെ പോലും കൊണ്ട് രഹസ്യമൊഴി കൊടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. ഞാനൊരു പോയിന്റ് പറയട്ടെ, എന്നോട് വിക്ടിംസ് ഷെയർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങയോട് വ്യക്തിപരമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അങ്ങ് അന്വേഷിച്ചോളൂ. ശരി, FCRA അവസാന നിമിഷം BJPയുടെ മുകളിൽ വന്നൊരു വലിയ ഇടുത്തിയാണോ? ദേശീയ നേതൃത്വം കൃത്യമായിട്ട് ഈ രാഷ്ട്രത്തിന്റെ ഒരു ദീർഘവീക്ഷണത്തോടെയാണ് BJPയുടെ ദേശീയ നേതൃത്വവും കേന്ദ്ര ഗവൺമെന്റും കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ദേശീയ നേതൃത്വം തന്നെ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബിൽ എന്തുകൊണ്ട് ഈ സെഷൻ അതിപ്പം ദേശീയ നേതൃത്വം തന്നെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതിലെല്ലാം ഉണ്ടല്ലോ. അല്ല, അപ്പോ സ്വാഭാവികമായും സമ്മർദ്ദം ഉണ്ടാവുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് മാറ്റിവെക്കുന്നു. അതൊക്കെ അങ്ങയുടെ വിലയിരുത്തൽ. ശ്രീ ജോർജ് കുര്യൻജി, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയും ദേശീയ BJP നേതൃത്വവും കിരൺ റിജ്ജു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും ഒക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യൻ സഭകൾക്ക് അതിൽ അതൃപ്തിയുണ്ട്. ബിഷപ്പുമാർ തുടർച്ചയായിട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നു. കേരളത്തിൽ ഒരു നല്ല വോട്ട് ബാങ്കായിട്ട് ഇപ്പൊ തിരുവല്ലയിലടക്കം മത്സരിക്കുന്ന പാലായിലടക്കം BJPയുടെ നല്ല സ്ഥാനാർത്ഥികൾക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോൾ ആർക്കും ആശങ്കയുടെ ആവശ്യമില്ല. കഴിഞ്ഞ 11 വർഷമായിട്ട് ആർക്കും ആശങ്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഒരാശങ്കയുടെ ആവശ്യമില്ല. FCRA ന്യൂനപക്ഷ വേട്ടയുടെ ഉപകരണമല്ല. അതൊക്കെ വെറുതെ മാധ്യമങ്ങളും കുറച്ച് LDF UDF പക്ഷേ എന്തുകൊണ്ട് ആശങ്കകൾ പരിഹരിക്കാൻ പറ്റുന്നില്ല? ആശങ്കകൾ ഒരാശങ്കയും 11 വർഷം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾ ആശങ്ക ഉണ്ടാക്കാറുണ്ട്. ആശങ്ക ഉണ്ടാവേണ്ട ആവശ്യമില്ല. ആശങ്ക ഉണ്ടാവില്ല. ഒരാശങ്കയുടെ ശരി,
ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Yes. ഇപ്പോൾ വയനാട് അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് ആദ്യഘട്ടത്തിൽ റീപേബിൾ ആയിട്ട് പണം അനുവദിച്ചു. അതൊക്കെ കേരളം ചർച്ച ചെയ്യുന്നു. ലോൺ എഴുതി തള്ളാൻ തയ്യാറായില്ല. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്താൽ ബിജെപിക്ക് കിട്ടേണ്ട വോട്ട് വിഹിതം കുറയില്ല. ബിജെപി കിട്ടേണ്ട വോട്ട് വിഹിതം എല്ലാ തെരഞ്ഞെടുപ്പിലും കൂടിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലെ ബിജെപിയുടെ വോട്ട് വിഹിതം എന്തായിരുന്നു? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ LDF ഞങ്ങളെക്കാൾ 1.5 ലക്ഷം വോട്ടിന് പുറകിലാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രമുഖ നേതാക്കന്മാരുടെയൊക്കെ ബൂത്തുകൾ ഞങ്ങളാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. കേരളം ഒട്ടാവെടുത്ത് ഞങ്ങൾക്ക് MP ഉണ്ടായില്ലേ? അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഭരണം ലഭിച്ചില്ലേ? പല സ്ഥലങ്ങളിലും CPMന്റെ കോട്ടകളിലേക്കല്ലേ ഞങ്ങൾ കടന്നു കയറിയത്. കോൺഗ്രസിന് നിരവധി സീറ്റുകൾ ഞങ്ങൾ പിടിച്ചില്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും BJPക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കൂടുതൽ ലഭിക്കുകയാണ്. 3500, 3750 വോട്ടുകളൊക്കെ BJPക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ BJPയിലേക്ക് കടന്നു വരുന്നത്. ABVP BJPയിലേക്ക് വരുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് 60,000 വോട്ടിലേക്ക് എത്തിയ നിയോജക മണ്ഡലത്തിൽ. എത്ര ആത്മവിശ്വാസം സീറ്റ് പ്രഡിക്ട് ചെയ്താൽ? ആത്മവിശ്വാസം ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത പൊതുപ്രവർത്തന രംഗത്ത് BJP പ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ BJPയുടെ സഹായമില്ലാതെ ഇരു മുന്നണികൾക്കും പറ്റില്ല. മുന്നണികളൊന്നും തുടങ്ങി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുന്നണികളുടെ പ്രസക്തിയേക്കാളും BJPയുടെ നിയമസഭയ്ക്കകത്തുള്ള സാന്നിധ്യവും പെർഫോമൻസും ആയിരിക്കും കേരളത്തിൽ. നിങ്ങളുടെ ഏറ്റുമുട്ടൽ കോൺഗ്രസുമായിട്ടാണോ CPM? ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് കാണുന്നത്. ഞാൻ അങ്ങയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് LDFും പിണറായി വിജയനും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളയ്ക്കെതിരെ ഒരു ദിവസമെങ്കിലും ശ്രീ VD സതീശൻ ശ്രീ രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷ നേതാക്കളായിരുന്നപ്പോൾ സമരം ചെയ്ത് ഒരു ദിവസമെങ്കിലും ജയിലിൽ പോയിട്ടുള്ള ചരിത്രമുണ്ടോ? നിയമസഭ മാത്രമാണോ കേരളം? കാസർഗോഡ് മുതൽ പാറശാലയിലുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തെരുവിലിറങ്ങി പിണറായി വിജയന്റെ കൊള്ളയ്ക്കെതിരെ ഇവർ സമരം ചെയ്യാത്തതുകൊണ്ടാണ് ഏകപക്ഷീയമായി ഈ അഴിമതിയും ഈ ധാർഷ്ട്യവും നടത്താൻ അവർക്ക് സാധിച്ചത്. തിരിച്ചൊരാരോപണമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിങ്ങൾ തെരുവിലിറങ്ങിയിട്ടില്ലല്ലോ. ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ CBI അന്വേഷണം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. CBI അന്വേഷണം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ CBI അന്വേഷണം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള ഞങ്ങളുടെ പ്രകടന പത്രികയുണ്ടല്ലോ. അത് തന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾ എടുത്ത ഇവിടത്തെ പ്രഖ്യാപിത ഇവിടത്തെ നിയമസഭയ്ക്കകത്തുള്ള പ്രതിപക്ഷമാരാ അവർ ചെയ്തതിനേക്കാൾ 100 ഇരട്ടി സമരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ സഭയ്ക്കുള്ളിലും ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ല. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു മുന്നണി പോരാളികൾ പ്രതിപക്ഷ നേതാക്കന്മാർ ഈ കൊള്ളയ്ക്കെതിരെ ഒരു ദിവസം പോലും സമരം ചെയ്ത് ജയിലിൽ പോയിട്ടില്ല. ഇവിടെ അഴിമതി നടക്കാത്തോണ്ടാണോ? പിണറായി ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുന്ന ഒരു ധാർഷ്ട്യമുള്ള മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് ഒരു ദിവസം സമരം ചെയ്തിട്ട് ജനങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സമരം കഴിഞ്ഞ 10 വർഷം UDF ചെയ്തിട്ടുണ്ടോ? CBI, NIA. ഞാൻ പറഞ്ഞ ഉത്തരം മുഴുവൻ ഏജൻസിയും ഞാൻ പറഞ്ഞ ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഏതെങ്കിലും ഒരു ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് ഉത്തരം തന്നില്ല. ഇവിടുത്തെ പ്രതിപക്ഷം കഴിഞ്ഞ 10 വർഷം ജനമനസ്സുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏതൊരു സമരം LDF സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ടോ? ആശാസമരം നോക്കൂ. ആശാസമരം നടത്തിയ UDF ആണ്. UDFന്റെ സ്പോൺസേഡ് സമരം അരുൺകുമാർ LDF പറയുന്നതല്ല. ആശാസമരം പാവപ്പെട്ട പിന്തുണ UDFനാണ് കൊടുത്തത്. UDF ആണ് കൊടുത്തത്. UDF മിനി UDF ആശാസമരത്തിന് നേതൃത്വം കൊടുത്ത മിനി UDF ആണോ? ആശാസമരത്തിന് നേതൃത്വം കൊടുത്തത് ആശാസമരം തുടങ്ങിയതും അവരെ പരിപാലിച്ച UDF ആണ്. മറ്റുള്ള പല സംഘടനകളുണ്ടായിരുന്നു. അതിനോടൊപ്പം പ്രസംഗിക്കാൻ വേണ്ടി UDF നേതാക്കന്മാർ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞിട്ട് ഒരു കേസ് പ്രതിപക്ഷം പരാജയമായിരുന്നു സമ്മതിക്കുകയാണല്ലോ. ഇല്ല, ഞാനങ്ങനെ പറയില്ല. അല്ല, അങ്ങ് പറയണ്ട. നിയമസഭയ്ക്കുള്ളിലും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ അരുൺ, ഈ 10 വർഷം ജനമനസ്സുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സമരം പോലും അരുൺ ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിപക്ഷമായിരുന്നു. അരുൺ 5 വർഷത്തെ സമരം നോക്കിയാൽ നിരവധി സമരം. നിങ്ങളുടെ ഈ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ രാവും പകലും എത്ര ദിവസം കോർപ്പറേഷന്റെ മുമ്പിൽ ക്യാമറ തൂക്കിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നികുതി തട്ടിപ്പിനെതിരെ, അനധികൃത നിയമനത്തിനെതിരെ ഒക്കെ ഞങ്ങൾ നടത്തിയ പോരാട്ടം. നിരവധി ദിവസങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ടും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ താമസിച്ചു. അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളിലേക്ക് ഭരണം എത്തിച്ചത്. അങ്ങനെ പറയാൻ ഈ പ്രതിപക്ഷ നേതാവിന്റെ സൗകര്യം, ക്യാബിനറ്റ് റാങ്കിന്റെ സൗകര്യം അനുഭവിച്ചുകൊണ്ട് 10 വർഷം പ്രവർത്തിച്ച VD സതീശന് രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തിലാണ്. നല്ല ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ BJPയെ കൂട്ടാതെ കഴിയില്ല. കൂട്ടുക എന്നുള്ളതല്ല, BJPക്ക് നിർണായക ഇടപെടലുള്ള സർക്കാരായിരിക്കും വരാൻ പോകുന്നത്. താങ്ക് യു.